പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ സുവിശേഷ ഭാഗം ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ മറ്റൊരാളുടെ തെറ്റിനെ എപ്രകാരം തിരുത്താനാകുമെന്നതിനെ കുറിച്ച് യേശു പറയുന്ന ഭാഗമായിട്ട് നമുക്ക് തോന്നാം. തീർച്ചയായിട്ടും പ്രത്യക്ഷത്തിൽ അപ്രകാരം പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലോട്ട് കൂടുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് അത് ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം, ക്ഷമ, സഭയുടെ കൂട്ടായ്മ, ഇതിലോട്ടൊക്കെ വിരൽ ചൂണ്ടുന്നുണ്ട്. യേശു പറയുന്നു, നിന്റെ സഹോദരൻ നിന്നോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നീയും അവന് മാത്രമായിരിക്കുമ്പോൾ ചെന്ന് തിരുത്തുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ ആദ്യം അവരോട് സംസാരിക്കുക, അവരെ തിരുത്തുക. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ തെറ്റുകൾ കണ്ടാൽ അത് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവരോട് പറയുന്നു. ഏറ്റവും അവസാനമാണ് തെറ്റ് ചെയ്ത ആ വ്യക്തി ഇപ്രകാരം ഒരു വീഴ്ച തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. യേശു പറയുന്നു, അത് ശരിയായ നടപടിയല്ല. ഒരാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം അവനോട് പറയുക, അവനെ തിരുത്തുക. അതാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ മൂല്യം എന്ന് പറയുന്നത്. അപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ആമേൻ. നിൻ വഴിയേ